ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ ആനുവൽ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം 38ാമത് ദേശീയ വോളിബോൾ കേരള ടീം കോച്ച് VN ഷിജിത്ത് നിർവഹിച്ചു. രക്ഷിതാക്കളോടും പേരൻസിനോടും നമ്മൾ ഈ ഒരു LP വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാലയത്തിൽ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള വിദ്യാഭ്യാസം മാത്രമല്ല, ഒരു വിദ്യാലയത്തിൽ കുട്ടികളെ അവരുടെ ഫൗണ്ടേഷൻ, അവരുടെ അടിത്തറ പാകി കൊടുക്കുക എന്നതാണ് രക്ഷിതാക്കളും അതുപോലെ തന്നെ ടീച്ചേഴ്സും ചെയ്യേണ്ടത്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ്, പേരൻസ് എവിടെയെങ്കിലും പോകാൻ വേണ്ടി കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകും, വണ്ടി വിളിച്ച് വൈകുന്നേരം വീട്ടിലെത്തും. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ടീച്ചേഴ്സ് ഓക്കെ സമയത്തിൽ വന്ന് പെട്ടെന്ന് കഴിഞ്ഞു, അപ്പം അവരെ വൈകുന്നേരം പോകും. കുറ്റമായിട്ട് പറയാനല്ല, വളരെ ഹെൽത്തി ക്രിറ്റിസൈസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരുന്ന കുട്ടികൾക്ക് ഒരു അടിത്തറ പാകി കൊടുക്കുക. അപ്പം നമ്മൾ ഓരോരോ കുട്ടികൾക്കും പല പല ടാലൻ്റ് ആയിരിക്കും അവരുണ്ടാവുക. അപ്പം ടാലൻറ്റ് ഹണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ തീരുമാനിക്കേണ്ടത്. അത് രക്ഷിതാക്കളും പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിനാണ് കൂടുതൽ അടുപ്പമുണ്ടാകും കുട്ടികൾക്ക്. അപ്പം ഞാനിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കളിക്കാൻ താല്പര്യം ഉണ്ടാവും, പക്ഷേ ആ കുട്ടീനെ എങ്ങനെയെങ്കിലും അതിന് മോട്ടിവേറ്റ് ചെയ്ത് കളിയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നോക്കണം. ചിലപ്പം ഒരു കുട്ടി പാട്ട് പാടുമായിരിക്കും, അല്ലെങ്കിൽ ചില കുട്ടികൾ വരക്കാനായിരിക്കും, ചില കുട്ടികൾ നല്ല പഠിക്കാനായിരിക്കും. അപ്പം ആ കുട്ടികളെ തരംതിരിച്ചിട്ട് ഈ ചെറുപ്പത്തിൽ തന്നെ അവരുടേതായിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മുമ്പോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ വലുതാകുമ്പോൾ ഒരു +2 ഒക്കെ ആകുമ്പോഴൊക്കെ അവർക്ക് പഠിപ്പിലും അവരുടെ മനസ്സിലൊരിക്കലും ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല. സ്കൂൾ മാനേജർ KK ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുഗുനേഷ് കുട്ടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ HM ലേഖ സജിത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡെപ്യൂട്ടി മാനേജർ PM മണി ബാബു, SNHSS പ്രിൻസിപ്പൽ ദിനേശ് കരുവാങ്കണ്ടി, വൈസ് പ്രിൻസിപ്പൽ ദീപ അനൂപ്, PTA പ്രസിഡന്റ് കലേഷ് K ദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ ലീഡർ ഹരികൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലി. സ്റ്റാഫ് സെക്രട്ടറി ദീപ TD നന്ദി പ്രകാശിപ്പിച്ചു. ബാൻഡ് മേളം, ഡിസ്പ്ലേ എന്നിവ സ്പോർട്സ് വർണ്ണ ശബളമാക്കി മാറ്റി.